ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ലോ ഓഫ് അട്രാക്ഷൻ എക്സ്പെരിമെൻ്റ് ആണ്. ബിഗിനേഴ്സിനും അതേപോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർക്കും ഈ എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ അറിയാനും അതേപോലെ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് 24 മണിക്കൂറിനുള്ളിൽ ഒരു സ്പെസിഫിക് കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യം റയറും ആയിരിക്കണം, അതേപോലെ തന്നെ നിങ്ങളുടെ റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്നതും ആവണം. അതായത് ഇപ്പോൾ പണമാണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്നുണ്ടെങ്കിൽ, ജോലി ഇല്ലാത്തവരോ അല്ലെങ്കിൽ സാമ്പത്തികമായി സ്ട്രഗിൾ ചെയ്യുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഒരു വഴിയില്ലാത്തടത്ത് 10,000 രൂപ 1,00,000 രൂപ ഒക്കെ കിട്ടണം എന്ന് ഗോൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കുറേ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ റെസിസ്റ്റൻസ് ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗോൾ ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ അത് നടക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരിക്കലും സെലക്ട് ചെയ്യരുത്. ഞാനൊരു സ്പെസിഫിക് കാര്യം പറയാത്തത് അതൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി ലഭിക്കുന്നതോ മറ്റോ ആവാം. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യാൻ പറയുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ ജേണലിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് ടൈം സെറ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ എക്സ്പെരിമെന്റിന്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ടൂളായിട്ടുള്ള വിഷ്വലൈസേഷൻ തന്നെയാണ്. ഞാനിവിടെ ഗൈഡഡ് വിഷ്വലൈസേഷൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങളെ ആരും ശല്യപ്പെടുത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുകയോ കിടക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ പറയുക. നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 24 മണിക്കൂർ എന്നുള്ള ആ ഒരു ടൈമോട് കൂടി തന്നെ വേണം പറയാനായിട്ട്. ഇനി ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക. കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തതിന് ശേഷം കണ്ണുകൾ അടച്ച് മൈൻഡ് റിലാക്സ് ആണെന്ന് ഉറപ്പുവരുത്തുക. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ സാധാരണയുള്ള ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ പറയുമ്പോൾ മൂക്കിലൂടെ ഡീപ് ബ്രെത്ത് എടുക്കുകയും വായിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുകയും ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓരോ തവണ ബ്രീത്ത് എടുത്ത് വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നതായി ഇമാജിൻ ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങൾ നിങ്ങളുടെ ശരീരം ഒന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ മനസ്സും ശരീരവും ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. വൺ മോർ ഡീപ് ബ്രെത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങൾ എന്ത് വസ്തുവാണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അത് നിങ്ങളുടെ മുന്നിലുള്ളതായി സങ്കല്പിക്കുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യുക. ഇനി തൊടാൻ സാധിക്കുന്ന വസ്തുവാണെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ സ്ട്രോങ് ആയിട്ട് ഇമാജിൻ ചെയ്യുക. ഫുഡാണെങ്കിൽ അതിൻ്റെ സ്മെല്ല്, ടേസ്റ്റ് ഒക്കെ സ്ട്രോങ് ആയിട്ട് ഇമാജിൻ ചെയ്യുക. പണമാണെങ്കിൽ നിങ്ങൾ ആ പണം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണോ അത് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ സെറ്റ് ചെയ്ത ഗോൾ അനുസരിച്ച് സ്ട്രോങ് ആയി ഇമാജിൻ ചെയ്യുക. വളരെയധികം ഡീപ്പായി നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതിനോടൊപ്പം അതേ ഫീലിൽ തൻ്റെ ആഗ്രഹം സാധിച്ചു തന്നതിന് പ്രപഞ്ചശക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തിക്ക് നന്ദി പറയുക. നന്ദി പറയുമ്പോൾ ഡിവൈൻ ലൈറ്റ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതായി സ്ട്രോങ് ആയി ഇമാജിൻ ചെയ്യുക. ഡിവൈൻ ലൈറ്റ് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ആ ലൈറ്റ് നിങ്ങളുടെ ശരീരം മുഴുവൻ നിറയുന്നതായി, നിങ്ങളുടെ സന്തോഷത്തെ കൂടുതൽ ഇരട്ടിപ്പിക്കുന്നതായും ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ സന്തോഷവും നന്ദിയും പ്രപഞ്ചത്തിൻ്റെ ബ്ലെസ്സിങ്സും അങ്ങനെ എല്ലാ പോസിറ്റീവ് ഫീലിങ്സും പൂർണ്ണമായും നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്ട്രോങ് ആയിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക. അതേ പോസിറ്റീവ് ഫീലിങ്സോട് കൂടി നിങ്ങൾ ഇരിക്കുന്ന മുറിയിലേക്ക് തിരിച്ചു വരിക.
നിങ്ങൾ നിങ്ങളുടെ കൈകാലുകൾ നല്ല രീതിയിലൊന്ന് സ്ട്രെച്ച് ചെയ്യുക. പതിയെ കണ്ണുകൾ തുറക്കുക. നിങ്ങൾ പ്രപഞ്ചശക്തിയോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് നന്ദി പറയുക. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് നിങ്ങളെല്ലാവരും കമൻറ്റിൽ വന്ന് പങ്കുവെക്കുമെന്ന് കരുതുന്നു. ഇനി മാനിഫെസ്റ്റ് ആവാത്തവർ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്ക്സ് ആയിരിക്കും അതിന് കാരണം. അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.